Hey beautiful souls, you will be here for Agam Talks. This is Anil Levy. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ്ലി ബിഗിനേഴ്സ് ഗൈഡ് ആണ്. അപ്പോൾ ബിഗിനേഴ്സ് ഗൈഡ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക എന്താണെന്നല്ലേ? അതായത് നിങ്ങളുടെ പല ആൾക്കാരും ഈ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ആ ഒരു ഓഫർ ലെറ്റർ ഒക്കെ കിട്ടി മാൽദീവ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും. നമ്മൾ അവിടെ പോയിട്ട് എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥലം, പുതിയ ആൾക്കാർ, പുതിയൊരു ഭാഷ അല്ലെ, ആ ഒരു ടെൻഷൻ എല്ലാവർക്കും, ഒരു നെർവസ്നെസ് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുള്ള ആൾക്കാരും ചിലപ്പോൾ നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടാവും. അവർക്ക് കൂടിയിട്ടാണ്. അപ്പൊ എന്തായാലും കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ആ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വർക്ക് പെർമിറ്റ് കൂടി നിങ്ങൾക്ക് ലഭിക്കും. സാധാരണഗതിയിൽ നിങ്ങൾ ഏത് ഏജൻസിയാണോ നിങ്ങൾ പോയി അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുന്നത് അവരായിരിക്കും നിങ്ങൾക്ക് ഇങ്ങോട്ടേക്കുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ ഏജൻസീസ് നമ്മളോട് തന്നെ ടിക്കറ്റൊക്കെ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് കൊച്ചി എയർപോർട്ടിൽ എത്തിക്കഴിയുമ്പോൾ, കൊച്ചി അല്ലെങ്കിൽ നമ്മൾ വരുന്നത് ചിലപ്പോൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നായിരിക്കും, അതും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചെന്നൈയിൽ നിന്നോ ഒക്കെ ആയിരിക്കും നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യം വർക്ക് പെർമിറ്റ് ആണ്. പാസ്പോർട്ട് എന്തായാലും നിങ്ങളുടെ കയ്യിലുണ്ടാവും, വർക്ക് പെർമിറ്റ് കൊണ്ടുവരാൻ മറക്കരുത്. കാരണം നിങ്ങൾ മാലയിൽ വന്നിറങ്ങുന്ന സമയത്ത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പോകുമ്പോൾ ഈ വർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു എയർപോർട്ടിന്റെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വർക്ക് പെർമിറ്റ് എന്തായാലും കയ്യിൽ കരുതണം. അത് ഒരു കോപ്പി, ഒന്നോ രണ്ടോ കോപ്പീസ് എടുത്ത് കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ അവിടെ നിന്ന് ഫ്ലൈ ചെയ്ത് മാലയിൽ എത്തിക്കഴിഞ്ഞാൽ മാലയിൽ വന്നിറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ വൈഫൈ ഒക്കെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓൾറെഡി ഇവിടുത്തെ ഒരു ഏജന്റ് നിങ്ങളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുടെ നമ്പറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ തരുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ അവിടെ നിന്ന് ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ്, കൊച്ചിയിൽ നിന്ന് ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു സെൽഫി ആവശ്യപ്പെടും. കാരണം നിങ്ങൾ ഇവിടെ വന്നിറങ്ങുമ്പോൾ നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിറങ്ങുന്നു, അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ വൈഫൈ ഒക്കെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ പിക്കപ്പിന് വേണ്ടിയിട്ട് വരുന്ന ആളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ നിങ്ങളെ പിക്കപ്പ് ചെയ്യാനുള്ള ആൾക്കാർ വരും. അപ്പം നിങ്ങൾ വരുന്ന സമയത്തിനനുസരിച്ചായിരിക്കും കേട്ടോ ഈ കാര്യങ്ങളൊക്കെ. ഇപ്പം ഞാൻ വന്നത് ഒരു ഈവനിങ് ടൈമിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വന്നിട്ട് അപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അക്കോമഡേഷനിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പം നിങ്ങൾ വരുന്ന ആ ഒരു ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ വരുന്നു, നിങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടാവും. അങ്ങനെ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോകുന്നത് ഏജൻസിയിലേക്കായിരിക്കും. ഏജൻസിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് നിങ്ങളിപ്പോൾ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്കൊക്കെയാണ് എത്തുന്നതെങ്കിൽ അന്നത്തെ ദിവസം ഒഴിവൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ നേരെ മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുക. അങ്ങനെ മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോകാൻ വേണ്ടി സാധിക്കും. മെഡിക്കൽ എടുക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഫോട്ടോ, അവിടെ നിന്ന് 2 കോപ്പി ഫോട്ടോ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നിങ്ങൾ ഒരു കുറച്ച് നമ്പേഴ്സ് ഓഫ് ഫോട്ടോസ്, ഒരു സെറ്റ് ഓഫ് ഫോട്ടോസ് കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. കാരണം ഇവിടുത്തെ വിസ പ്രോസസ്സിങ്ങിന് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഫോട്ടോയ്ക്ക് പ്രത്യേക നിശ്ചിത അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സെറ്റ് ഓഫ് ഫോട്ടോസ് എടുത്തു വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഈ മെഡിക്കലിന് പോകുന്നതിന്റെ കൂടെ തന്നെ ആ ഫോട്ടോസ് കൂടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഏജൻസി തന്നെയായിരിക്കും നിങ്ങളുടെ ആ ഒരു അക്കോമഡേഷൻ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടാവുക. ആ ഒരു അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ മിക്കപ്പോഴും ഷെയറിങ് ആയിരിക്കും ആ റൂമുകളൊക്കെ. അപ്പം നിങ്ങൾ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് താമസിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിരിക്കും. അതുപോലെ ഡെയിലി എക്സ്പെൻസിന് വേണ്ടിയിട്ട് ഒരു 150 റുപ്പിയ നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ ആ ഒരു ഇവിടുത്തെ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പൈസയും നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ളത്. അങ്ങനെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ബാങ്കിങ് പ്രോസസ്സാണ്. അപ്പൊ നിങ്ങൾക്ക് നേരെ ഇവിടെ അടുത്ത് തന്നെയാണ്, അതായത് മാലേ സിറ്റിയിൽ തന്നെയാണ് SBI ബാങ്ക് ഉള്ളത്. നിങ്ങൾക്ക് അവിടെ നേരെ പോയിട്ട് ഈ പറയുന്ന ബാങ്കിങ് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പൊ ആ ഒരു പ്രൊസീജിയേഴ്സ് ചെയ്യാൻ വേണ്ടി പറയുന്നതിന് കാരണം, നിങ്ങളിപ്പോൾ മാലയിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സാലറി ഒക്കെ ഡയറക്റ്റ് ആയിട്ട് SBI അക്കൗണ്ടിലേക്കായിരിക്കും വരിക. പക്ഷേ നിങ്ങളൊരു ഐലൻഡിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന SBI മാലേ, ആ ഒരു SBI ത്രൂ മാത്രമാണ് നമുക്ക് പൈസ നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഈ ഐലൻഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാലറീസ് ഒക്കെ BML എന്ന് പറയുന്ന, അതായത് ഇവിടുത്തെ BML എന്ന് പറയുന്ന ഒരു ലോക്കൽ ബാങ്കിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ബാങ്ക് ഓഫ് മാൽദീവ്സിലേക്കായിരിക്കും സാലറി വരിക. അത് നമ്മൾ പിന്നീട് SBIയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ SBIയിൽ നിന്നാണ് നമ്മൾ നാട്ടിലേക്ക് പൈസ അയക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ആ ബാങ്കിങ് പ്രോസസ്സ് ഒന്നും ചെയ്യാതെയാണ് വരുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ മാലേ സിറ്റിയിലേക്ക് തിരിച്ചു പോകേണ്ടതായിട്ടൊക്കെ വരും. അതുകൊണ്ട് തന്നെ ആ ഒരു ബാങ്കിങ് പ്രൊസീജിയേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ഘട്ടം. അങ്ങനെ ആ ബാങ്കിങ് പ്രൊസീജിയേഴ്സ് ഒക്കെ അവിടെ കംപ്ലീറ്റ് ചെയ്യുക.
അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് ഏജൻസിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അങ്ങനെ ഏജൻസിയിൽ ചെന്ന് കഴിയുമ്പോഴായിരിക്കും മാലേ സിറ്റി എത്തുന്നത് വരെ നമ്മൾ ഏത് സ്കൂളിലേക്കാണ് പ്ലേസ്ഡ് ആയിരിക്കുന്നത്, ഏത് ഐലൻഡിലേക്കാണ് നമ്മൾ പ്ലേസ്ഡ് ആയിരിക്കുന്നത്, ഈ കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഏത് സ്കൂളിലേക്കാണ് സെലക്ട് ആയി വന്നിട്ടുള്ളത്, ഏത് ഐലൻഡാണ് എന്ന കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി സാധിക്കുള്ളൂ. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ 2 സിമ്മുകളാണുള്ളത്. ദിരാഹു എന്ന് പറയുന്ന സിമ്മും ഒരീദു എന്ന് പറയുന്ന സിമ്മും. അപ്പോൾ ഇവിടെ മിക്കപ്പോഴും ഏജൻസിയിൽ നിന്ന് നമുക്ക് തരുന്നത് ദിരാഹു എന്ന് പറയുന്ന സിം ആയിരിക്കും. അപ്പോൾ ആ ഒരു സിം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെ ബാങ്കിങ് പ്രൊസീജിയർ ഒക്കെ നടത്താൻ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ആ ഒരു സിം ഒക്കെ നിങ്ങൾക്ക് തരും കേട്ടോ. കാരണം അവിടെ നമ്പർ ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സിം ഒക്കെ കിട്ടും, അതോടൊപ്പം തന്നെ സ്കൂളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ സ്കൂളിലെ പ്രിൻസിപ്പാളിന്റെയും അതുപോലെ അഡ്മിൻ ഓഫീസറുടെയും HR-ന്റെയും ഒക്കെ നമ്പേഴ്സ് നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. ആ ഒരു സിമ്മിൽ റീചാർജ് ചെയ്ത ശേഷം ഇവരെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് വൈബർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പരമാവധി ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നാട്ടിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ഇതൊക്കെ ചെയ്തു വരുന്നത് നന്നായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വാട്സപ്പ് ഒക്കെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പോലെ ഇവിടെ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് വൈബർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ പ്രിൻസിപ്പാളിനെ അല്ലെങ്കിൽ HR-നെ ഒക്കെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഐലൻഡിലേക്കുള്ള അല്ലെങ്കിൽ നമ്മളുടെ സ്കൂളിലേക്കുള്ള ജേണി, ആ ഒരു യാത്ര അവരാണ് അറേഞ്ച് ചെയ്യുക. ചില സമയങ്ങളിൽ നമ്മൾ ഫെറിയിൽ യാത്ര ചെയ്യേണ്ടി വരും, ചില സമയങ്ങളിൽ നമ്മൾ സ്പീഡ് ലോഞ്ചിലായിരിക്കും യാത്ര ചെയ്യേണ്ടി വരിക, ചില സമയങ്ങളിൽ ചില ഐലൻഡുകളിലേക്ക് നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. ഇതിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് നമ്മൾ സെലക്ട് ആയിട്ടുള്ള ആ ഒരു സ്കൂളായിരിക്കും. അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ ടിക്കറ്റും കാര്യങ്ങളും പ്രൊസീജിയേഴ്സ് ഒക്കെ തന്നെ ചെയ്യും. അധികം സമയമൊന്നും വേണ്ടി വരില്ല, കാരണം അവർ ഏറ്റവും അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തരും. അങ്ങനെ നമ്മൾ ഈ പറയുന്ന പോലെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന എയർപോർട്ടിൽ എത്തുമ്പോഴേക്കും നിങ്ങളെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്കൂളിന്റെ HR-ഓ അല്ലെങ്കിൽ അഡ്മിനോ അല്ലെങ്കിൽ പ്രിൻസിപ്പാളോ ഇവർ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെ അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ അവർ നിങ്ങളെ ഐലൻഡിലേക്ക് കൊണ്ടുവരികയും ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു എന്താ പറയുക അക്കോമഡേഷൻ അവർ തയ്യാറാക്കി തരും. അതായത് നിങ്ങൾക്ക് വേണം, കാരണം ഇവിടെ ധാരാളം എക്സ്പാറ്റ് ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് റൂം മാറാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റൂം മാറാം. തൽക്കാലം നിങ്ങൾക്ക് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സ്ഥലം, നിങ്ങൾക്ക് ഒരു അക്കോമഡേഷൻ അവർ തയ്യാറാക്കി തരും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ കണ്ടിന്യൂ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റു റൂമുകൾ കണ്ടുപിടിച്ചിട്ട് മാറാം. അപ്പോൾ ഇതാണ് ഇവിടേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോരുന്ന ഒരു പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ വീഡിയോ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുള്ള ആൾക്കാരും ചിലപ്പോൾ നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടാവും, അവർക്ക് കൂടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ദിസ് ഈസ് അൻലി വി സൈനിങ് ഓഫ്. ബൈ ബൈ.